ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റംസാനിലേക്കുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ചിക്കൻ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വലിയ സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 വരെ എടുക്കാം. ഇത് ഞാനൊരു വലിയ സവാള ആയതുകൊണ്ടാണ് ഒന്നെടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എരിവിനാവശ്യമുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 പച്ചമുളക് വരെ എടുക്കാവുന്നതാണ്. അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന 1/2 കപ്പ് ക്യാരറ്റും 1/2 കപ്പ് കാബേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കുക്കാവുന്ന രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഗരം മസാല 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 250 ഗ്രാം ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് അത് ഒന്ന് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ എല്ലായിടത്തും ഒരുപോലെ എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള 2 പൊട്ടറ്റോസ് ഞാൻ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മാഷ് ചെയ്ത് അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 2 മീഡിയം സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കൂടി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ സ്റ്റോക്കിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒരുപോലെ പിടിച്ച് വരാനായിട്ടാണ്. നല്ലൊരു അടിപൊളിയൊരു ഫില്ലിങ്സാണ്. ചിക്കന് പകരം ബീഫ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലെ ഈർപ്പൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷമാണ് ഇതിലേക്കിനി 3 ടീസ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഫില്ലിങ്സ് കൊണ്ട് നമുക്കൊരു 15 പീസോളം ചിക്കൻ കബാബ് ചെയ്തെടുക്കാവുന്നതാണ്. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ റോൾ ഷേപ്പിനാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് റോളായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയുടെ മിക്സിന് പകരം മൈദ മിക്സ് എടുത്താലും മതിയാകും. ബ്രെഡ് ക്രംസ് എടുക്കുമ്പോൾ നമ്മൾ വെറുതെ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാതെ അതൊന്ന്
പാനിൽ വെച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി കോട്ട് ചെയ്തെടുക്കാനും അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ അങ്ങനെ എല്ലാം ഷേപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വശം ഫുള്ളായിട്ട് ഫ്രൈ ആവുന്നത് വരെയും ഇട്ടേക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓരോ വശവും തിരിച്ച് 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. എങ്കിലേ കറക്റ്റ് പാകത്തിന് എല്ലായിടത്തും ഒരുപോലെ കുക്കായി വരത്തുള്ളൂ. ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഓരോ വശവും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാ വശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്തായാലും ഈ രീതിയിലും കൂടി ഒന്ന് കബാബ് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കബാബിൻ്റെ റെസിപ്പിയാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്സുമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഈ റംസാനിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.